പില്ലറിൻ്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട് പില്ലറിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. ഇനി അവിടെ അപ്പുറത്തെ ഭാഗത്താണ് ഇതിൻ്റെ മേലെ വെട്ടുന്ന സ്ലാബിൻ്റെ പണി നടക്കുന്നത്. കണ്ടില്ലേ? നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാഹി ബൈപ്പാസിൻ്റെ മേലെയാണുള്ളത്. അപ്പം തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മുകളിലാണ്. ഇങ്ങോട്ട് പോയാലാണ് നമ്മളെ മാഹി പുഴയുടെ ഭാഗം. തൊട്ടപ്പുറത്ത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മുടെ മാഹി പാലത്തിൻ്റെ അടുത്തുള്ള, അതായത് റെയിൽവേ പാലത്തിൻ്റെ അടുത്തുള്ള പണി എവിടം വരെ ആയി എന്നാണ്. അപ്പോൾ അതിനു മുമ്പേ കുറച്ച് കാലം ഞാൻ വീഡിയോ ചെയ്തിട്ട് സുഖമില്ലാണ്ടായിപ്പോയി. നമ്മൾ പൈതൽ മലയുടെ ബ്ലോഗ് ചെയ്തില്ലേ, അന്ന് നോക്കുമ്പോൾ മഴ നല്ലോണം കൊണ്ടപ്പോൾ നല്ലോണം ജലദോഷമൊക്കെ പിടിച്ച് അതിനിടയ്ക്ക് ഞാൻ വന്ദേ ഭാരതിൻ്റെ ചെയ്തിരുന്നു. സുഖമില്ലാണ്ട് പോയി ചെയ്തതാണ് ആക്ച്വലി. അതിനുശേഷം കുറച്ച് നല്ല ക്ഷീണം പിടിച്ചു പോയി. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മാഹി പാലത്തിൻ്റെ, അതായത് മാഹി ബൈപ്പാസിന്മേലുള്ള റെയിൽവേ പാലത്തിൻ്റെ പണി എവിടം വരെ ആയി ഞാൻ നോക്കാൻ പോവുകയാണ് ആക്ച്വലി. പിന്നെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ മാഹി ബൈപ്പാസിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കോളെ നിങ്ങൾ, ഇഷ്ടംപോലെ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇഷ്ടംപോലെ ആൾക്കാർ ഈവനിങ് വാക്കിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ വൈകുന്നേരം ഓടാൻ പോകാറുണ്ടായിരുന്നു. തലശ്ശേരി സ്റ്റേഡിയത്തിലാണ് ഓടാൻ പോകാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം കുറച്ച് കാലമായി മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ പോകുമ്പോൾ ആൾക്കാർ റണ്ണിങ് ജോഗിങ് ചെയ്യാനും ഭയങ്കര രാവിലെല്ലാം ഭയങ്കര ആൾക്കാരൊക്കെയാണ് ഇവിടെ. വണ്ടികളും ഒക്കെ ഉണ്ട്. ഇപ്പം എന്തായാലും പോകുന്ന സമയത്ത് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നാളെ ഭാര്യ, മോൻ. അപ്പോൾ വൈകുന്നേരം അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഈവനിങ് വാക്ക് കൂടി ആകുമല്ലോ. അങ്ങനെ നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ മുകളിലേക്കൂടെ പോവാണ്. മുഴപ്പിലങ്ങാട് നിന്ന് ആരംഭിച്ച് അഴിയൂരിൽ അവസാനിക്കുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷ. 4 വരി പാതയായി 18.6 കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ നീളം. 1300 കോടി രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ധർമ്മടം, തലശ്ശേരി, എരഞ്ഞോളി, കോടിയേരി, മാഹി, ചൊക്ലി, അഴിയൂർ എന്നിവിടങ്ങളിലായാണ് ബൈപ്പാസ് കടന്നുപോകുന്നത്. 4 വലിയ പാലങ്ങൾ, ഒരു റെയിൽവേ മേൽപ്പാലം തുടങ്ങിയവയാണ് മാഹി ബൈപ്പാസിലുള്ളത്. മാർച്ചിൽ പാത തുറക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രവൃത്തി നീണ്ടു. നിലവിൽ നിർമ്മാണം 70% പൂർത്തിയായി. വൈകുന്നേരങ്ങളിൽ ഈ പാലത്തിൻ്റെ മുകളിൽ, ഈ ബൈപ്പാസിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം വണ്ടികൾ കുറച്ച് നല്ല സ്പീഡിലൊക്കെ പോകുന്നത്, എന്നും പറയുന്ന പോലെ തന്നെ. അത് അല്ല, ഇങ്ങനത്തെ റോഡ് കിട്ടി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പോകുമല്ലോ അല്ലേ. പിന്നെ എന്താ, ഞങ്ങൾക്ക് അങ്ങോട്ടാണ് പോകണ്ടേ. ഞാൻ നിർത്തിയതാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് ഈ കാഴ്ചകളൊന്ന് കാണിക്കണം. ഈ ഭാഗങ്ങളൊക്കെ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാഹി ബൈപ്പാസിൻ്റെ പണ്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് എല്ലാം വിശദമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വ്ളോഗ് ചെയ്യാത്തപ്പോൾ ഞാൻ കരുതിയതാണ് ആക്ച്വലി ഇവിടെ ഒന്ന് ഈ വൈകുന്നേരങ്ങളിൽ എങ്ങനെയുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് മാഹിയുടെ റെയിൽവേ ക്രോസിംഗ് പാലത്തിൻ്റെ പണി അവിടെ നിന്ന് ആ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. കാണുന്നതാണ് മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴിയാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി. ഇവിടെല്ലാം പണി പൂർത്തിയായിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ. മാഹി പാലം നമ്മൾ നിർത്തി. അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വന്നു. ഇവിടത്തേക്ക് റോഡ് ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കേട്ടോ, റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. അവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ മാഹി പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് നമ്മൾ എത്തിയേ. ഇതോ കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത് കണ്ടോ. ഈ ഭാഗത്ത് അതേപോലെ തന്നെയാണ് ഉള്ളത്. പില്ലർ എന്തായി നോക്കാം. പില്ലറിൻ്റെ പണി പില്ലറിൻ്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി തോന്നുന്നു അല്ലേ. പില്ലറിൻ്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട് പില്ലറിൻ്റെ പണിയെല്ലാം പൂർത്തിയായി.
ഇനി അവിടെ അപ്പുറത്തെ ഭാഗത്താണ് ഇതിൻ്റെ മേലെ വെക്കേണ്ട സ്ലാബിൻ്റെ പണി നടക്കുന്നത്. കണ്ടില്ലേ ആ കാണുന്നത്? ഇങ്ങനെ ദൂരത്ത് ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ട്രെയിൻ വരുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ച അല്ലേ? പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് മുഴപ്പിലങ്ങാട് ഭാഗത്ത് ഇതേപോലെ ഒരു പാലത്തിൻ്റെ ഇതുണ്ട്. അതായത് നമ്മുടെ ധർമ്മടം മേലൂർ ആ ഭാഗം മേലൂർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പാലിയാടിൻ്റെ ആ ഭാഗത്തുള്ള അവിടെയും കൂടി കുറച്ച് ഒരു പാലം ചെയ്യാനുണ്ട്. അവിടെ ഞാൻ ഈയിടെ പോയപ്പോൾ കണ്ടിരുന്നു. അവിടെ ഒരു പണി ഇതേപോലെ പില്ലർ ഉണ്ടാക്കുന്നത് മാത്രമാണ് അവിടെ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇനിയോ. നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് പോവാം. താഴത്തെ ഭാഗം എന്ന് വെച്ചാൽ അതുകൊണ്ടോ വണ്ടികൾ ഇങ്ങനെ വരുന്ന ഭാഗം. നമുക്ക് താഴെ ഇരുന്നിട്ട് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്ത് എങ്ങനെയുണ്ട് നമുക്കത് കാണാം. മുകളിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് താഴെ വന്നു. ഈ ഭാഗം ഒന്ന് കാണിക്കേണ്ടി വന്നതാണ്. ഇവിടുത്തെയൊക്കെ പണി പൂർത്തിയായിട്ടാണ് ഉള്ളത് ഇപ്പോൾ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വെക്കേണ്ട ഫിക്സിങ് കൂടിയേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്നത് ഇതുണ്ടോ? ഇത് നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് കൂടി പോകേണ്ട ഒരു പാസേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഫുൾ ഡെവലപ്പ് ആയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒന്നെങ്കിൽ ചെറിയ ബൈക്കുകൾ ഓട്ടോറിക്ഷകളൊക്കെ പോയി അപ്പുറത്തെ റൂട്ടിലേക്ക് പോകേണ്ട വഴിയായിരിക്കണം. താഴത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണിത്. നമ്മൾ നേരത്തെ മേലെ വന്നു താഴത്തെ ഭാഗം. ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ മേലെ പാലത്തിൻ്റെ മേലെ വെക്കുന്ന, അതായത് ഈ പില്ലറിൻ്റെ മേലെ വെക്കുന്ന പാലം പോകാൻ വേണ്ടിയിട്ടില്ല. ഗാഡർ എന്നാണ് പറയുക കേട്ടോ. ഗാഡർ ഇതിന് പറയും. ഞാനിപ്പോൾ അവിടെ നിന്ന് അവരോട് ചോദിച്ചു, അപ്പം പറഞ്ഞതാണ് ഇത് ഗാഡർ എന്നാണ് പറയുക. അപ്പോൾ എന്താ പറയുക, മാഹി ബൈപ്പാസിൻ്റെ പാലത്തിൻ്റെ പണി പൂർത്തിയാവാത്തതുകൊണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ആൾക്കാർക്ക് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്, വണ്ടി ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്കൂടെ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ബ്ലോഗിലെല്ലാം പറയുന്ന പോലെ എല്ലാ ആൾക്കാരും ഇതിലേക്കൂടി വരുന്ന ആൾക്കാർ, വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സ്പീഡിൽ ഓടിക്കുന്നത് കുറച്ചിട്ട് മെല്ലനെ ഓടിക്കാൻ നോക്കുക. സ്പീഡിൽ വരുന്നുണ്ട് നല്ലോണം ആൾക്കാർ. അപ്പം ഇതിൻ്റെ മേലെ വൈകുന്നേരങ്ങളിൽ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാർ നോക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേലെ കുറേ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ഞാൻ താൽക്കാലികമായി ചെയ്തതാണ്. ഈ മാഹി ബൈപ്പാസിൻ്റെ ഈ പണി എന്തായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നു. ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യമായി കാണുന്ന ആളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.